വേമ്പനാട് കായലിലെ മനോഹരമായ പാതിരാമണൽ ദ്വീപിന് ഇനി വികസനത്തിന്റെ പുതിയ വസന്തകാലം. സംസ്ഥാന ബജറ്റിൽ ദ്വീപിന്റെ സമഗ്ര വികസനത്തിനായി ബൃഹത് പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഹമ്മയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് പുതിയ ബജറ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്ന ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപിന് പുത്തനുണർവ്. സംസ്ഥാന ബജറ്റിൽ ദ്വീപിനായി വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ മുഹമ്മയുടെയും പാതിരാമണലിന്റെയും ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത്. മാസ്റ്റർ പ്ലാനോടുകൂടിയുള്ള ഇക്കോ ടൂറിസം പദ്ധതിയാണ് ദ്വീപിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ദ്വീപിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കാൻ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്നും പാതിരാമണലിലേക്ക് റോപ്പ് വേ സൗകര്യം കൂടി ഏർപ്പെടുത്തുമെന്നതാണ് ബജറ്റിലെ ഏറ്റവും ആകർഷകരമായ പ്രഖ്യാപനം. കാലങ്ങളായി അവഗണനയിലായിരുന്ന ദ്വീപിന് ഈ പ്രഖ്യാപനം വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് മുഹമ്മ പഞ്ചായത്ത് അംഗം ടി കുഞ്ഞുമോൻ പ്രതികരിച്ചു. ആദ്യമായിട്ടാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവർ പാതിരാമണലിലേക്ക് റോപ്പ് വേയും അതുപോലെ തന്നെ പാതിരാമണൽ ഇക്കോ ടൂറിസം പദ്ധതിയും പ്രഖ്യാപിച്ചത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെന്ന നിലയിലും അതുപോലെ തന്നെ ഇതിനു വേണ്ടി നിരന്തരമായി ഇടപെട്ടിരുന്ന പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഇന്നത്തെ പ്രഖ്യാപനം പാതിരാമണലിന് പുതുജീവൻ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി കൂടുതൽ വലിയ രീതിയിലുള്ള ടൂറിസം സാധ്യതകൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഈ നാട്ടുകാരെന്ന നിലയിലും ഞാനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയും വളരെയധികം സന്തോഷം നൽകുന്നു. 1991 അന്നത്തെ ഉപരാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ തറക്കല്ലിട്ട ശേഷം പാതിരാമണലിൽ കാര്യമായ വികസനങ്ങളൊന്നും എത്തിയിരുന്നില്ല. എന്നാൽ മുഹമ്മ പഞ്ചായത്ത് ആരംഭിച്ച പാതിരാമണൽ ഫെസ്റ്റും ജലഗതാഗത വകുപ്പിന്റെ കുട്ടനാട് സഫാരിയും സഞ്ചാരികൾ ഇവിടേക്ക് ആകർഷിച്ചു നിർത്തി. 2002, 2017, 2026 വർഷങ്ങളിൽ മുഹമ്മ സൗഹൃദവേദി വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന വികസന സെമിനാറുകളും പുതിയ മാറ്റങ്ങൾക്ക് അടിത്തറയിട്ടു. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്നതോടെ പാതിരാമണൽ ദ്വീപിന്റെയും മുഹമ്മ പഞ്ചായത്തിന്റെയും മുഖച്ഛായ തന്നെ മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ടൂറിസം പ്രേമികളും.